മനുഷ്യ സഹജമായ സർവ്വദുഃഖങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നിർവൃതിയുടെ ഭക്തിരസം നുകരുകയാണ് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ദേവീ സന്നിധിയിൽ. കലികാലത്തിന്റെ ബാധാദോഷങ്ങളിൽ അകപ്പെട്ട ജനത ഇത്തിരി സമാശ്വാസത്തിനായി അമ്മയെ ശരണം പ്രാപിച്ച് ഭജനമിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചോറ്റാനിക്കര ദേവീ പ്രതിഷ്ഠയിൽ രാവിലെ മൂകാംബിക സരസ്വതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. രാവിലെ ഇവിടുത്തെ ശീവേലി കഴിഞ്ഞ് സരസ്വതി ദേവി മൂകാംബികയിലേക്ക് പോകുമത്രേ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെ ഉപദേവന്മാരായി പൂജിക്കപ്പെടുന്നു. വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആകൃതിയിലുള്ള ഗോളകയാണ് പ്രതിഷ്ഠാശിലയിൽ ചാർത്തുന്നത്. ചോറ്റാനിക്കരയമ്മ ശാന്തമൂർത്തിയും അഭീഷ്ടവരദായിനിയുമാണ്. ആധി, വ്യാധി, പ്രേതോപദ്രവങ്ങൾ മുതലായ ദുരിതങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അഭയകേന്ദ്രമാണ് ചോറ്റാനിക്കര. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. രോഗവും ബാധാദോഷവും മാറുന്നതിനു വേണ്ടി തീർത്ഥക്കിണറ്റിലെ വെള്ളം, പഞ്ചഗവ്യകൃതം, ഗുരുതി എന്നിവ ഇവിടെ പ്രധാനപ്പെട്ടവയാണ്. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്ത് നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മയെ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോരുന്നത്.
ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആചാര്യസ്വാമികളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടായതത്രേ. ദേവി ചൈതന്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ഈ തറയിൽ കാണുന്ന പവിഴമല്ലി ദേവിയുടെ ആവിർഭാവകാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകോവിലിന് മുന്നിലായി ജപമണ്ഡപവും വടക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവും സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രംനാൾ ആറാട്ട് പ്രമുഖമാണ്. ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്. മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു.